മഹാത്മാഗാന്ധിയുടെ ഘാതകരെ പ്രകീർത്തിക്കുന്ന നാടാണ് നമ്മുടേത്. സംഘപരിവാർ ശക്തികൾ രാജ്യത്ത് പിടിമുറക്കുന്നതിന് പിന്നാലെ ഗോഡ്സെ ആരാധകർ തലപൊക്കിയിരിക്കുന്നു. ഗോഡ്സെയ്ക്ക് സ്വന്തമായി അമ്പലം പോലും ഈ രാജ്യത്ത് ഉയർന്നു വന്നതും പിന്നീട് ഇത് ആരാധനയായി വഴിമാറിയതിനും രാജ്യം സാക്ഷ്യം വഹിച്ചു. BJP അധികാരത്തിലെത്തിയ 2014 മുതലാണ് ഈ പ്രവണത വളർന്നു വന്ന് രാജ്യത്താകെ പടർന്നു പന്തലിച്ചത്. അതിന്റെ ബാക്കി പത്രം എന്ന നിലയിൽ രാജ്യത്തെ BJP ശക്തി മേഖലകളിലെ വിദ്യാഭ്യാസ നയത്തിൽ നിന്ന് മഹാത്മാഗാന്ധി ഔട്ടാവുകയും ഗോഡ്സെ ഇന്നാവുകയും ചെയ്യുന്നതും നോക്കി നിൽക്കാൻ മാത്രമേ നമുക്ക് സാധിച്ചിട്ടുള്ളൂ. എന്തായാലും രഹസ്യമായി നടന്നു പോന്ന ഗോഡ്സെ ഭക്തി ഇപ്പോൾ രാജ്യത്ത് പരസ്യമായി നടന്നുകൊണ്ടിരിക്കുന്നു. അത്തരത്തിൽ ഗാന്ധി നിന്ദ നടത്തുന്നവർക്ക് വലിയ പാരിതോഷികം പോലും നൽകിയവരാണ് സംഘപരിവാർ എന്ന് നമുക്ക് അറിയാം. നന്ദി പ്രകടനം വരെ അവർ നടത്തുന്നത് പതിവാണ്. ഹിന്ദുത്വ തീവ്രവാദിയും മഹാത്മാഗാന്ധിയുടെ കൊലയാളിയുമായ നാഥുറാം വിനായക് ഗോഡ്സെയെ പ്രകീർത്തിച്ച അധ്യാപകയ്ക്ക് സ്ഥാനക്കയറ്റം നൽകിയെന്ന വാർത്ത വലിയ ഞെട്ടലുണ്ടാക്കുന്നതാണ്. അതും ഇങ്ങ് കേരളത്തിലാണ്. ആ പ്രവണത എന്ന് പറയുമ്പോൾ ഞെട്ടൽ കൂടുന്നത് സ്വാഭാവികമാണ്. കാലിക്കറ്റ് NIT അധ്യാപികയായിരുന്ന ഷൈജ ആണ്ടവന് പ്ലാനിംഗ് ആൻഡ് ഡെവലപ്മെന്റ് ഡീനായി 2 വർഷത്തേക്കാണ് സ്ഥാനക്കയറ്റം നൽകിയിരിക്കുന്നത്. ഗാന്ധിജിയുടെ രക്തസാക്ഷിത്വ ദിനത്തിലെ ഫേസ്ബുക്ക് കമന്റായിരുന്നു ഷൈജ ആണ്ടവനെ വിവാദമാക്കിയത്. ഇതോടെ ഷൈജയുടെ പണി പോകുമെന്ന് കരുതിയവർ മണ്ടന്മാരായെന്നും നമുക്ക് കാണാം. നിലവിലെ പ്ലാനിംഗ് ആൻഡ് ഡെവലപ്മെന്റ് ഡീനായിരുന്ന ഡോക്ടർ പ്രിയ ചന്ദ്രന് പകരക്കാരിയായാണ് ഷൈജയ്ക്ക് നിയമനം നൽകിയത്. തിങ്കളാഴ്ചയാണ് NIT രജിസ്ട്രാർ ഇത് സംബന്ധിച്ച് ഉത്തരവിറക്കിയത്. 2024 ജനുവരിയിൽ ഗാന്ധിജിയുടെ രക്തസാക്ഷിത്വ ദിനത്തിലാണ് ഷൈജ ഫേസ്ബുക്ക് കമന്റിലൂടെ വിവാദ പരാമർശം നടത്തിയത്. ഹിന്ദു മഹാസഭ പ്രവർത്തകനായ നാഥുറാം വിനായക് ഗോഡ്സെ ഭാരതത്തിലെ ഒരുപാട് പേരുടെ ഹീറോ എന്ന കുറിപ്പോടെ അഡ്വക്കേറ്റ് കൃഷ്ണരാജ് എന്ന പ്രൊഫൈലിൽ നിന്നും പോസ്റ്റ് ചെയ്ത ഗോഡ്സെയുടെ ചിത്രത്തിന് താഴെയാണ് ഷൈജ ആണ്ടവൻ കമന്റ് ഇട്ടത്. ഗോഡ്സെ, നിങ്ങൾ ഇന്ത്യയെ രക്ഷിച്ചതിൽ അഭിമാനമുണ്ട് എന്നായിരുന്നു ഷൈജ ആണ്ടവന്റെ ആ കമന്റ്. സംഭവം വിവാദമായതോടെ ഇവർ കമന്റ് പിൻവലിച്ചുവെങ്കിലും അതിനോടകം തന്നെ ആവശ്യമുള്ള സ്ക്രീൻഷോട്ട് എടുത്ത് പ്രചരിപ്പിക്കുകയായിരുന്നു. ABVP ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി യുവജന സംഘടനകൾ രംഗത്തെത്തിയതോടെ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു. വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ വൻ പ്രതിഷേധത്തെ തുടർന്ന് കുന്നമംഗലം പോലീസ് കേസെടുത്ത് ഷൈജയെ അറസ്റ്റ് ചെയ്യുന്നത് വരെ എത്തി കാര്യങ്ങൾ. ഗാന്ധിജിയുടെ നെഞ്ചിൽ തറച്ച വെടിയുണ്ടയ്ക്ക് 76 വർഷം തികഞ്ഞ വേളയിലാണ് ഗോഡ്സെ അനുകമ്പ തലപൊക്കി രംഗത്ത് വന്നിരിക്കുന്നത്. ഇറ്റാലിയൻ നിർമ്മിത ബാരറ്റ് M91934 എന്ന പിസ്റ്റളിൽ നിന്നും മുതിർന്ന 3 വെടിയുണ്ടകളാണ് മഹാത്മാവിന്റെ ജീവനെടുത്തത്. RSS എന്ന സംഘടനയും അതിലൂടെ വളർന്നു വന്ന നാഥുറാം ഗോഡ്സെയും ഗാന്ധി ഘാതകരെന്ന് ഒരു മടിയുമില്ലാതെ വിളിക്കപ്പെട്ട ഇന്ത്യയിൽ ഇന്ന് ചരിത്രം തന്നെ വഴിമാറ്റി വിടാൻ കഥകൾ ഒരുപാട് ഉയർന്നു വരുന്നു. മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന ഈ രാഷ്ട്രത്തിന്റെ പിതാവിനെ കൊന്നുകളഞ്ഞിട്ട് ആ കൊലപാതകയുമായി ബന്ധമില്ല എന്ന് സ്ഥാപിക്കാൻ RSS എന്ന തീവ്ര സംഘടന തന്റെ എല്ലാ സന്നാഹങ്ങളും ഉപയോഗിച്ചതും ചരിത്രത്തിലുണ്ട്. ആ ചരിത്രം തിരുത്താനുള്ള ശ്രമത്തിന് തുടക്കമിട്ടത് ഹിന്ദു മഹാസഭയുടെ പ്രവർത്തകനെന്ന് സ്വയം അവരോധിച്ച നാഥുറാം ഗോഡ്സെയും ഗൂഢാലോചന കേസിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ട VD സവർക്കറുമെല്ലാം ചേർന്നാണ് എന്ന് പറയാം. ഗാന്ധി മരിച്ചതല്ല, കൊന്നതാണെന്ന് ഇക്കാലത്ത് ഉറക്കെ പറയേണ്ടത് ഇന്നിന്റെ ആവശ്യമാണെന്ന് നിഷ്പക്ഷ മാധ്യമങ്ങൾ എഴുതുമ്പോൾ ഒരു ഫാസിസ്റ്റ് ഭരണകൂടം ഇന്ത്യയെ ഒന്നാകെ കൈപ്പിടിയിൽ ഞെരിക്കുന്ന ഈ കാലത്ത് പലതും തുറന്നു പറയേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണെന്നതും വാസ്തവമാണ്. അങ്ങനെയുള്ളപ്പോൾ കേരളം പോലൊരു സ്ഥലത്ത് നിന്ന് ഇത്തരത്തിലുള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്യേണ്ടി വന്ന ഗതികേടിനെ ഓർത്ത് പശ്ചാത്തപിക്കുക മാത്രമാണ് ഇനി മുന്നിലുള്ള വഴി.